ഗൈനസ് നമ്മളെ ഇന്നത്തെ അഷ്റഫ് വീഡിയോൻ്റെ ഇന്നത്തെ ചാനൽ ആദ്യമായി കാണുന്നവർക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെറിയൊരു ബെല്ലും പിന്നെ എല്ലാം ഷെയർ ചെയ്യുക. ഇന്ന് വീഡിയോയിൽ വരാൻ കാരണം നമ്മളെ പാലക്കാട് നമ്മളെ ദുഃഖാണ്. പാലക്കാട് നമ്മൾ കേരളം മൊത്തം 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടികൾ 5 പേരാണ്. 5 പേര് കോളേജ് 8ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്നപ്പോഴാണ് ഒരു ഇടിച്ചു കയറ്റിയത്. സിമെൻറ്റ് റോളുകളും മറിഞ്ഞ് ഒരു മരണപ്പെട്ടതാണ്. അതിൽ ഒരാളാണ് രക്ഷപ്പെട്ടത്. എൻ്റെ വീഡിയോ ഇന്ന് നമ്മൾ കാണിക്കുക. എൻ്റെ പേര് പറയാനുള്ളത് സംഭവം നീത ഫാത്തിമ, പിന്നെ ആയിഷ കുറേ ഇത്ര പേരാണ്. നീത ഫാത്തിമ, ആയിഷ 5 പേരാണ് പറയുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആയിഷ എന്ത് സംഭവം ഇന്നലെ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വരുന്നപ്പോഴാണ് സംഭവം. ഇന്നലെ ആക്സിഡൻ്റ് ആയാലും പാലക്കാട് ജംഗ്ഷനിൽ വെച്ചത് പോകുന്ന CC ക്യാമറയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് വണ്ടി ഇടിച്ച് കയറ്റിയതും കുണ്ടിലേക്ക് മറിഞ്ഞു ഒരു അടിപ്പെട്ടതാണ്. എൻ്റെ മയ്യത്തും എല്ലാം കാണിക്കുന്നുണ്ട്. ഖബർസ്ഥാനത്തിൽ വെക്കുന്നുണ്ട്, പാലക്കാട് വെക്കുന്നുണ്ട് ഇൻഷാല്ലാ. അതുകൊണ്ട് നമ്മളും ഈ കുട്ടികൾ ഒന്നിച്ചത് പഠിക്കുന്ന മദ്രസയിൽ ഒന്നിച്ച് സ്കൂളും ഒന്നിച്ചത് പോരാലും നമ്മൾ ചങ്ങേപ്പാടാണ് ഈ കുട്ടികൾ എല്ലാം. അതുകൊണ്ട് നമ്മൾ ആ കുട്ടീൻ്റെ അവസ്ഥ എന്താണ് സംഭവം അറിയില്ല. അതുകൊണ്ട് അടുത്തടുത്ത് നമ്മളെ മയ്യത്തും 5 ആളുടെ മയ്യത്തും അടുത്തടുത്താണ് വെച്ചത്. ഇത് കാണേണ്ട സംഭവമാണ്. അടുത്തടുത്താണ് മയ്യത്ത് വെച്ചത്. എന്ത് കാണും കേട്ടത്. നമുക്ക് ഇന്നാളാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ന്യൂസിൽ ഇത ഫാത്തിമ ഓർക്ക് എല്ലാവരും 5 പേര്, നമുക്ക് ബാക്കിയുള്ള പേര് കിട്ടുന്നില്ല ഇൻഷാല്ലാ. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ഇടുക, ഇട്ടിട്ട് കാണിക്കുക. നിങ്ങൾക്ക് ഭയങ്കര ദുഃഖമാണ്. ന്യൂസിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? ഏഷ്യൻ ന്യൂസിലല്ല. ഇത് ഭയങ്കര ബേജാറിൻ്റെ വീഡിയോ ആണ് അല്ല വരുന്നത്. എല്ലാവരും കുട്ടികളും 8ാം ക്ലാസ്സിൽ ഹിന്ദി പരീക്ഷ എഴുതുന്നതാണ് സംഭവിക്കുന്നത്. ഇവർ ഒന്നിച്ച് നടക്കുന്നപ്പോഴാണ് ഇതിലൊരു സിമെൻറ്റ് റോളിൽ പറഞ്ഞതാണ്. അപ്പോഴാണ് ഒരു പെണ്ണാണ് രക്ഷപ്പെട്ടതാണ്. പെണ്ണെ രക്ഷപ്പെട്ടത് അവർ പറയുന്നതാണ് ന്യൂസിൽ കേൾക്കുന്നത്. എന്ത് സംഭവമാണ്, ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഭയങ്കര പോസ്റ്റ്മോർട്ടമാക്കി ഇതാക്കിയിട്ട് മയ്യത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിനാണ് എല്ലാം കാണുന്നുണ്ട് ന്യൂസിൽ. ഞാൻ നോക്കി ബേജാറുള്ള എല്ലാവർക്കും ബേജാറാണ്. റോട്ടിൽ ശ്രദ്ധിക്കേണ്ട കാരണം എന്ത്, ഈ പിള്ളേർ ഒന്നിച്ചിട്ട് പഠിച്ച പിള്ളേരാണ് ഒന്നിച്ചിട്ട് പോയത്. ഇനി റീത ഫാത്തിമ പറയുന്നത് ഇനി കാണാനില്ല. ഖബർസ്ഥാനത്തിൽ കാണേണ്ടത് ഇതുവായിരിക്കുക അവർക്ക് വേണ്ടി. ആ വീഡിയോ എത്രപ്പെട്ട് നിങ്ങൾ കാണിക്കുക. വൈദ്യ മോസില്ല നമ്മൾ കാണിക്കും ഇൻഷാല്ലാ. അപ്പം നമ്മൾ ഈ റീത ഫാത്തിമൻ്റെ ന്യൂസിൽ കാണിക്കുന്നുണ്ട്. ഞാൻ കാണിക്കാം. വീഡിയോ ഉണ്ടോ? എന്താണ് സംഭവം? ഇതിൻ്റെ നേരെ വീഡിയോ നമുക്ക് കാണിക്കുന്നത്. ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന സംഭവം
നിതാ ഫാത്തിമ എന്ന സംഭവം. ഈ വീഡിയോ നിങ്ങൾ കാണേണ്ടെന്ന് ഞാൻ മൃതദേഹങ്ങൾ ഓരോന്നായി ഖബറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നലെയുണ്ടായ ലോറി അപകടത്തിൽ മരിച്ച നിതാ ഫാത്തിമ, റിദാ ഫാത്തിമ, ഇർഫാന ഷെറിൻ, AS ആയിഷ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ജുമാ മസ്ജിദിലെ ഖബറടക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കുപ്പനാട് ജുമാ മസ്ജിദിൽ നടന്ന വൈദ്യ നമസ്കാരത്തിന് ശേഷം ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഖബറിൽ 4 പള്ളികളായിട്ടാണ് 4 പാടുകളായിട്ടാണ് അവർക്കുള്ള അന്ത്യം. ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് വൈകുന്നേരം വന്നത്. പാലക്കാട് കരിമ്പ പനയമ്പാടത്ത് 4 കുട്ടികളുടെ ജീവൻ നഷ്ടമായ ഒരു റോഡ് അപകടത്തിൽ ഇവരുടെ അനാവസ്ഥയാണോ എന്താണെന്ന് അറിയില്ല. മറ്റൊരു വണ്ടിയിൽ ഇടിച്ചതിന് ശേഷമാണ് ഈ ലോറി ഈ കുട്ടികളുടെ മുകളിലേക്ക് പാഞ്ഞു കയറിയത് എന്നാണ് പറയുന്നത്. 4 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. അർജുന ശരിക്കും ഈ കുട്ടികളിൽ നിന്ന് ഏതാണ്ട് ഒരു ചെറിയ ദൂരം, അതായത് വളരെ ചെറിയൊരു കയ്യകലം മാത്രം ദൂരെ ആയതിനാലാണ് അജ്ന ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട 4 കൂട്ടുകാരികളെ നഷ്ടമായതിന്റെ വേദന ആ കുഞ്ഞിനുണ്ട്. എന്നിരിക്കെ പോലും എന്താണ് ഇത്ര വലിയൊരു അപകടത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യം ലോകം അറിയണം എന്നുള്ളത് കൊണ്ട് ആ കുഞ്ഞിപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ്. അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. എന്നിരിക്കെ പോലും നമുക്ക് കുട്ടിയോട് സംസാരിക്കാം. മോളെ, നിങ്ങൾ എന്താണ് സത്യത്തിൽ ഇന്ന് വൈകിട്ട് സംഭവിച്ചത്? എന്താണ്? ഞങ്ങള് എല്ലാരും പാടെ വരികയായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരു ലോറി വന്നു. ഇർഫാന പറയുന്ന കുട്ടിന്റെ ഉമ്മ മുമ്പിലുണ്ടായിരുന്നു. എന്നിട്ട് അവള് കുറച്ച് സൈഡിക്ക് നിന്നു. അവിടുന്ന് ലോറി വന്നപ്പോ ആ ലോറി ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചേരുന്നു. അപ്പൊ ഇവിടുത്തെ ലോറിന്റെ ബാക്കിൽ പോയിട്ട് മിക്കവാറും ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് റഫീഖിന്റെ ഓട്ടോറിക്ഷന്റെ അടവടക്കാൻ പറ്റാതെ മിക്കവാറും ഈ ഫൈനാൻസുകാർ വന്നിട്ട് നമ്മളെ വീഡിയോ ഇന്ന് കണ്ടത് എല്ലാവർക്കും ലോറി അപ്പത്താണ് പറ്റിയത്. ഈ വീഡിയോ കണ്ടത് എല്ലാവരും ഈ ചാനൽ കാണേണ്ടത് എല്ലാവർക്കും ഈ ചാനൽ സിറ്റി ചാനൽ വരും. അത് കാണേണ്ടത് ലൈക്ക് സബ്സ്ക്രൈബ് വരും. ഓക്കെ, നമ്മളെ വീഡിയോ വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആ 4 കുട്ടികളുടെ ചിത്രങ്ങൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. ഇർഫാന ഷെറി, റിദാന ഫാത്തിമ, നിദാ ഫാത്തിമ, ഐഷ AS. ഇവരാണ് ആ 4 കൂട്ടുകാരികൾ. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഉറ്റവർ, പ്രിയപ്പെട്ടവർ. അവർ 4 പേരും ഒരുമിച്ചാണ്. എപ്പോഴും നടത്തവും പഠിത്തവും കളിക്കലും തമാശ പറയലും എല്ലാം. ആ 4 പേരും ഒരുമിച്ചു തന്നെ ഇന്നത്തെ അപകടത്തിൽ നമ്മെ വിട്ടുപോയിരിക്കുന്നു. 4 പേരും ഉറ്റ സുഹൃത്തുക്കളാണ്. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഇർഫാന ഷെറി, റിദാ ഫാത്തിമ, നിദാ ഫാത്തിമ, ഐഷ AS. ആ 4 പേരും ഒരുമിച്ചാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് നാടിന് താങ്ങാനാവുന്നതിലും വലിയ നൊമ്പരമായി മാറുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉറ്റ സുഹൃത്തുക്കൾ, കൂട്ടുകാർ.